സഖാവ് പി കെ ശ്യാമൾ ടീച്ചർ എന്ന് പറയുന്ന പാർട്ടി നേതാവിനെയാണ് പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയും പരിഗണിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു കാര്യത്തെ എത്ര മോശമായ രീതിയിൽ, എത്ര നീചമായ രീതിയിലാണ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം വരെയായി പ്രവർത്തിച്ചിട്ടുള്ള ടി കെ ഗോവിന്ദ മാഷ് അവതരിപ്പിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഗോവിന്ദ മാഷ് പ്രശ്നം എന്താണ്? അദ്ദേഹം സ്ഥാനമാനങ്ങളെ സംബന്ധിച്ച് പറയുകയുണ്ടായി. പാർട്ടിയുടെ ഉന്നതമായ കമ്മിറ്റിയിൽ ജില്ലയെ സംബന്ധിച്ചിടത്തോളം കണ്ണൂർ ജില്ലയിലെ പാർട്ടിയുടെ ഏറ്റവും ഉയർന്ന ഉന്നതമായ കമ്മിറ്റിയിലെ അംഗമാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള ടി കെ ഗോവിന്ദ മാഷ്. അങ്ങനെയുള്ള ഒരു പാർട്ടി നേതാവ് സാധാരണ നിലയിൽ കമ്മ്യൂണിസ്റ്റുകാർക്ക് പാടില്ലാത്ത പാർലമെൻ്ററി മോഹവുമായി നടക്കുകയായിരുന്നു എന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. സാധാരണ നിലയിൽ അത്രയും ഉന്നതമായിട്ടുള്ള കമ്മിറ്റിയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ഇത്തരം മോഹവുമായി നടക്കുകയാണ് എന്ന് പ്രതീക്ഷിക്കാനും കഴിയില്ല. ഇപ്പം ഞങ്ങളുടെ അനുഭവം എന്താ? ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ വ്യത്യസ്ത പേരുകൾ ചർച്ച ചെയ്യുന്ന ഘട്ടത്തിൽ ജില്ലാ കമ്മിറ്റിയിൽ അല്ലെങ്കിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ടി കെ ഗോവിന്ദ മാഷയുടെ പേര് ആരും പറഞ്ഞിട്ടില്ല. ഒരാളും ആ പേര് പറഞ്ഞിട്ടില്ല. സ്വാഭാവികമാണ്, വ്യത്യസ്ത പേരുകൾ വരും. അങ്ങനെ വ്യത്യസ്ത പേരുകൾ വരുമ്പോൾ ആ പേരുകളെ സംബന്ധിച്ചൊക്കെ ചർച്ച ചെയ്ത് പാർട്ടി പൊതുവിലൊരു തീരുമാനമെടുക്കുകയാണ് ചെയ്യുക. പക്ഷെ ഒരു ഘട്ടത്തിലും ടി കെ ഗോവിന്ദ മാഷ് എന്ന് പറയുന്ന പേര് ജില്ലാ സെക്രട്ടേറിയറ്റിലോ ജില്ലാ കമ്മിറ്റിയിലോ ആരും പറഞ്ഞിട്ടില്ല. ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഇപ്പോൾ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഗോവിന്ദ മാഷ പേര് ഒരാൾ പറഞ്ഞിരുന്നു. അത് ഗോവിന്ദ മാഷ് തന്നെയാണ്. സാധാരണ നിലയിൽ ഇപ്പം എൻ്റെ പാർട്ടി ജീവിതം വളരെ ചെറുതാണ്. പക്ഷെ ഞങ്ങളുടെ ആരുടെയും പാർട്ടി ജീവിതത്തിൽ ഏതെങ്കിലും ഒരു നേതാവ് എനിക്കെന്താണ് അയോഗ്യത, എന്നെ സ്ഥാനാർത്ഥിയാക്കണം എന്ന് നാളിതുവരെ ഞങ്ങളൊരിക്കലും, ഞങ്ങളുടെ അനുഭവത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല. പക്ഷേ ടി കെ ഗോവിന്ദ മാഷ് അദ്ദേഹം ഇന്നലെ പത്രസമ്മേളനത്തിൽ തന്നെ പറഞ്ഞല്ലോ, എന്നെ പരിഗണിച്ചാൽ എന്താ എന്നൊരു ചോദ്യം ചോദിച്ചില്ലേ? നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. എന്നിട്ട് പറഞ്ഞു ഞാൻ എൻ്റെ നിലപാട് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവിടെ അവസാനിപ്പിക്കരുത്. എന്തായിരുന്നു അദ്ദേഹം പറഞ്ഞ നിലപാട്? അദ്ദേഹത്തിൻ്റെ നിലപാട് തന്നെ സ്ഥാനാർത്ഥിയാക്കണമെന്നായിരുന്നു. പക്ഷെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർമാരായിട്ടുള്ള ആർക്കും അദ്ദേഹത്തിൻ്റെ പേര് പറയാൻ വേണ്ടി തോന്നിയിട്ടില്ല. അപ്പോൾ നമ്മൾ ഓരോരുത്തരും നമുക്കൊക്കെ ഉണ്ടാവുന്ന അംഗീകാരം എത്രയാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു പരിമിതമായ വിനയെങ്കിലും നമ്മൾ കാണിക്കണ്ടേ? നമ്മളൊരു മഹാസംഭവമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവതരിപ്പിക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും അംഗീകാരം എന്താണ് എന്നുള്ളത് ഇങ്ങനെ അഭിപ്രായ പ്രകടനം കാണുമ്പോഴെങ്കിലും മനസ്സിലാക്കാനുള്ള ഒരു വിനയം യഥാർത്ഥത്തിൽ ടി കെ ഗോവിന്ദ മാഷ് കാണിക്കേണ്ടതായിരുന്നു. ഇവിടെ ഇപ്പോൾ ശ്യാമൾ ടീച്ചർ സ്ഥാനാർത്ഥിയായതാണോ ടി കെ ഗോവിന്ദ മാഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം? ശ്യാമൾ ടീച്ചറല്ല. അതിന് പകരം മറ്റേതെങ്കിലും ഒരു പേരാണ് അവിടെ വന്നതെങ്കിൽ ടി കെ ഗോവിന്ദ മാഷ് ഈ നിലപാട് സ്വീകരിക്കില്ലേ? ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറായിട്ടുള്ള ഒരാൾ ഇങ്ങനെ ഒരു പാർലമെൻ്ററി വ്യാമോഹമായിട്ട് അതിന് പറ്റുന്ന കുപ്പായം ഇട്ട് നടക്കുന്ന ഒരാളാണെന്ന് പ്രതീക്ഷിക്കാൻ വേണ്ടി കഴിയുമായിരുന്നില്ല. പക്ഷെ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ അദ്ദേഹം നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിച്ചല്ലോ അദ്ദേഹത്തിൻ്റെ ചരിത്രം. ആ ചരിത്രം മുഴുവൻ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ അവതരിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, എന്താ എന്നെ നിങ്ങൾ പരിഗണിക്കാത്തത്? അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ഏത് സ്ഥാനാർത്ഥിയായാലും തളിപ്പറമ്പ് മണ്ഡലത്തിൽ ഏത് സ്ഥാനാർത്ഥിയുടെ പേര് നിർദ്ദേശിക്കപ്പെട്ടാലും അദ്ദേഹം ഈ നിലപാട് സ്വീകരിക്കുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രശ്നം ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയോടുള്ള വിരോധമല്ല. ഇപ്പോൾ നിങ്ങളോട് തന്നെ പറയുന്നത് കേട്ടില്ലേ, എന്താ ശ്യാമൾ ടീച്ചർ മട്ടന്നൂർ മത്സരിപ്പിച്ചാൽ എന്താ കുഴപ്പം? അപ്പോൾ ടീച്ചറുടെ സ്ഥാനാർത്ഥിത്വത്തോടുള്ള വിയോജിപ്പല്ല മട്ടന്നൂർ മത്സരിപ്പിക്കുക, പക്ഷെ തളിപ്പറമ്പ് വേണ്ട. എന്തുകൊണ്ടാണ് തളിപ്പറമ്പ് വേണ്ടാത്തത്?
തളിപ്പറമ്പ് തന്നെ മത്സരിപ്പിക്കണം എന്നാണ് ടി കെ ഗോവിന്ദ മാഷയുടെ നിലപാട്. പക്ഷെ പാർട്ടി അത് കണ്ടിട്ടില്ല. അപ്പം അങ്ങേയറ്റം പാർലമെൻ്ററി അവസരവാദം, പാർലമെൻ്ററി അതുമായി കൊണ്ട് നടക്കലായിരുന്നു ടി കെ ഗോവിന്ദ മാഷ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.